ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കുറച്ച് ടിപ്സാണ്. അതിപ്പോൾ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു റെൻറ്റഡ് ഹൗസിലേക്കാണെങ്കിലും സ്വന്തം വീട്ടിലേക്കാണെങ്കിലും ഒക്കെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള പല ടിപ്സും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, സമയവും എഫേർട്ടും ഒക്കെ ലാഭിക്കാനായിട്ട്. ഇതിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഡീക്ലട്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടാണല്ലോ ഇതൊന്ന് പാക്ക് ചെയ്യുന്നത്. ആ സമയത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വേണ്ട എന്ന് തോന്നുന്ന സാധനങ്ങൾ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ കൊണ്ടുപോകണ്ട എന്ന് നമുക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മാറ്റാം. പല സാധനങ്ങളും നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒക്കെ പല സാധനങ്ങളും കയ്യിൽ കിട്ടും. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് മാറ്റാം. നമ്മൾ ഇതേപോലെ ഡീക്ലട്ടർ ചെയ്യുന്ന സമയത്ത് അതിനെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നമുക്ക് കംപ്ലീറ്റ്ലി കളയാനുള്ള സാധനങ്ങൾ, എന്നാലും മറ്റ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ അത് ഗിവ് അവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാക്കി മാറ്റിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ സാധനങ്ങൾ ആവശ്യമുള്ള ആളുകൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളിത് ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. പുതിയൊരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും കൂടി അടുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് തന്നെയായിരിക്കും ഒക്കെ ചെയ്യുന്നതെങ്കിലും നമ്മളുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അത് ഏത് കാർട്ടണിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ അതൊക്കെ നമുക്ക് തന്നെ പേഴ്സണലി ചെയ്യാനായിട്ട് താല്പര്യമുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെയാകുമ്പോഴത്തേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ വളരെ മുമ്പ് തന്നെ സ്ലോലി നമ്മളുടേതായിട്ടുള്ളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്കതിനൊരു ഐഡിയ കിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും ഇനി അതേപോലെ തന്നെ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് വരുമ്പോഴത്തേക്കും അവരുടെ കയ്യിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് പോവേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതൊക്കെ വളരെ പെട്ടെന്നാണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും വാർഡ്രോബിലൊക്കെ നമ്മൾ ക്ലോത്ത്സ് ഒക്കെ ഫോൾഡ് ചെയ്തും അയൺ ചെയ്തും ഒക്കെ വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഈ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കിനും അവർ കാർട്ടണിലേക്ക് ഡയറക്റ്റ് എടുത്തിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫോൾഡ് ചെയ്ത് അതേപോലെ തന്നെ അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെ അതേ സെറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ പുതിയ സ്ഥലത്തേക്ക് അത് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെയുള്ള ക്ലോത്ത്സ് നമ്മളുടെ കയ്യിൽ തന്നെ എന്തായാലും ബോക്സസ് ഉണ്ടാവും. അതിലേക്ക് പ്രോപ്പറായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ സ്യൂട്ട് കേസിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് കബോർഡിലേക്ക് വെച്ചാൽ മാത്രം മതി. കാരണം ഈ ക്ലോത്ത്സ് ഒക്കെ ഫോൾഡ് ചെയ്യാനും അയൺ ചെയ്യാനും അടുക്കി വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ടൈമും എഫേർട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിക്കാതെയൊക്കെ തന്നെ വീണ്ടും അത്രയും എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫോൾഡ് ചെയ്യുന്ന ക്ലോത്ത്സ് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പം അയൺ ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടാവുമല്ലോ, ഹാങ്കറിൽ ഇട്ടിട്ടുള്ളത്, അതും നമുക്ക് അതേപോലെ തന്നെ ഒരു സ്യൂട്ട് കേസിലേക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ നമ്മളൊരു സെറ്റായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊട്ടും ചുളുങ്ങി പോകത്തൊന്നുമില്ല കേട്ടോ. അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 2-3 ഫോൾഡ് വെച്ചും കൊടുത്താലും മതി. ഒരു സെറ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കിനും അത് ചുളുങ്ങത്തില്ല. നമ്മൾ മാറുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മളുടെ വാർഡ്രോബിലേക്ക് ഇടാൻ നേരത്ത് ഇത് ഇതേപോലെ തന്നെ സെറ്റായിട്ട് നമുക്ക് ഈ സ്യൂട്ട് കേസിൽ നിന്ന് ഈ ഹാങ്കേഴ്സ് എടുത്തിട്ട് ഹാങ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത് അയൺ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നേ ഇല്ല അവിടെ. ഇങ്ങനെയാകുമ്പോഴത്തേക്കിനും നമ്മളുടെ പുതിയ സ്ഥലത്തുള്ളൊരു വാർഡ്രോബ് അറേഞ്ച് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ നമ്മൾ ചെന്നതിൻ്റെ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ ഒക്കെ ആയിട്ട് തന്നെ പുറത്ത് പോകാനും ഓഫീസിൽ പോകാനും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ക്ലോത്ത്സ് അന്വേഷിച്ച് നടക്കുകയും അതിനെയൊക്കെ അയൺ ചെയ്തെടുക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാനും പറ്റും. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ മാത്രമേ അങ്ങനെ കാണുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരി ബാഗ്സ് നമ്മളുടെ കയ്യിൽ തന്നെ നമ്മൾക്ക് വെക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഈ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് വന്നാൽ അവരെല്ലാ സാധനങ്ങളും കാർട്ടണിലായിരിക്കും ഇടുന്നത്. അത് നമ്മൾക്ക് ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ കാർട്ടണിലാണ് ഉള്ളതെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെയൊക്കെ കയ്യിൽ എക്സ്പെൻസീവ് തിങ്സ് ഉണ്ടാവും, മൊബൈൽസ്, ലാപ്ടോപ്സ്, ജുവലറീസ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, അതൊക്കെ നമ്മൾ തന്നെ ക്യാരി ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് തന്നെയായിട്ട് അത് പാക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ക്യാരി ബാഗ്, ഒരു 2-3 ക്യാരി ബാഗ് നമ്മൾ എന്തായാലും നമ്മളായിട്ട് തന്നെ കൊണ്ടുപോകും. നമ്മളുടെ വണ്ടിയിൽ നമ്മളായിട്ട് തന്നെ ക്യാരി ചെയ്ത് പോകുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതേപോലെയുള്ള എക്സ്പെൻസീവ് തിങ്സ് അതിലേക്ക് മാത്രമായിട്ട് വയ്ക്കാം.
അപ്പോൾ നമുക്കൊരു ആക്സസ് ഉണ്ടാവും, അത് കറക്റ്റായിട്ട് പുതിയ സ്ഥലത്തേക്ക് എത്തിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവത്തുമില്ല. അതേപോലെ തന്നെ നമ്മൾ മാറാൻ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് കേർട്ടൻ ഇടേണ്ട ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ പ്ലംബിങ്ങോ ഇലക്ട്രിക്കൽ വർക്കോ അങ്ങനെയുള്ള അത്യാവശ്യമുള്ളത് ഉണ്ടാവും. അങ്ങനെയുള്ളത് നമ്മളിപ്പോൾ മാറുന്നതിന് കുറച്ച് ദിവസം 2-3 ദിവസത്തിന് മുൻപായിട്ട് ആളെ വിളിച്ച് ഒന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെയുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പല ആളുകളും ചില ഇലക്ട്രോണിക് അപ്ലയൻസസിൻ്റെയൊക്കെ ബോക്സസ് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള ബോക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ലയൻസസ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ബോക്സ് തന്നെ യൂസ് ചെയ്യാം. അതിനകത്താകുമ്പോഴത്തേക്കിനും ആ ഒരു തെർമോക്കോളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിനകത്തേക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ടി വി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ വയേഴ്സും റിമോട്ട്സും ഒക്കെ ഒരുമിച്ച് വെക്കാം. അങ്ങനെ ആകുമ്പം നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇതിനെ ഒന്നും തപ്പി നടക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ തന്നെയായിട്ടാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ആ ഒരു മൂവേഴ്സ് വരുന്ന ഒരു ദിവസത്തിന് മുൻപായിട്ട് തന്നെ 1-2 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിൽ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാർട്ടൺസ്, ഒരുപാട് ആവശ്യം വരത്തില്ല, ഒരു 3-4 കാർട്ടൺസും അതേപോലെ തന്നെ അത്യാവശ്യമുള്ള പാക്കിംഗ് മെറ്റീരിയൽസും ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം തന്നെ വെക്കേണ്ടിയ സാധനങ്ങൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഫേർണിച്ചേഴ്സും അതേപോലെയുള്ള വലിയ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ നമുക്ക് ഈ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതിയാവും. ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും പല കാര്യങ്ങളെക്കുറിച്ചും. എന്തൊക്കെയാണ് കളയേണ്ടതെന്നും എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നും ഒക്കെ ഉള്ളത്. പിന്നെ ചില ബോക്സസിൽ നമുക്ക് ശരിക്കും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ അതിൽ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാം, എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളതെന്ന്. എന്നിട്ട് ആ ഒരു ലിസ്റ്റ് നമുക്ക് ഈ കാർട്ടൻ്റെ പുറത്തായിട്ട് ചെറുതായിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു കാർട്ടൺ അല്ലെങ്കിൽ 3-4 കാർട്ടൺ ഉണ്ടെങ്കിൽ നമ്മൾ ആ അന്വേഷിക്കുന്ന സാധനം ഏത് കാർട്ടണിലാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയാനും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കാർട്ടൺ ഓപ്പൺ ആക്കി നമുക്ക് ആവശ്യമുള്ള സാധനം കൃത്യമായിട്ട് പിക്ക് ചെയ്യാനും പറ്റും. അതേപോലെ നമ്മൾ പാക്ക് ചെയ്യുന്നതാണെങ്കിലും അതേപോലെ തന്നെ ഈ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് പാക്ക് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു കാർട്ടൻ്റെ പുറത്ത് പ്രത്യേകിച്ച് പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളതെങ്കിൽ അതിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അവർക്കത് മൂവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നോക്കി നല്ല പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് നോക്കിയിട്ടാണെങ്കിലും നമ്മളതിൻ്റെ മുകളിലേക്ക് വേറെ സാധനങ്ങൾ എടുത്ത് വെക്കാതിരിക്കാനും അതേപോലെ ഒരുപാട് ശക്തിയിൽ നിരക്കി മാറ്റാതിരിക്കാനും ഒക്കെയായിട്ട് ഹെൽപ്പ് ചെയ്യും. കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട ഐറ്റംസ് അത് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ബബിൾ ഡ്രാപ്പോ അല്ലെങ്കിൽ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഈ പാത്രങ്ങളും അതേപോലെ തന്നെ കിച്ചണിലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോവാതിരിക്കും. എല്ലാ സാധനങ്ങളുടെയും കൂട്ടത്തിൽ മിക്സായിട്ട് ഒരുപാട് നാൾ ഡിലേ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ചില സാധനങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് എത്തുകയുള്ളൂ എന്ന് തോന്നുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ ഒരു കാർട്ടൻ്റെ പുറത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്കത് വേണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഡീക്ലട്ടർ ചെയ്യുകയും അതേപോലെ തന്നെ ഗിവ് അവേക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. എന്നിരുന്നാലും നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടാവും. മെയിൻലി ഉള്ളതെന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് പീസസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബുക്സ് ഉണ്ടാവും. അതൊക്കെ നമുക്കൊരു 2-3 ആഴ്ചയ്ക്ക് ശേഷം ആണെങ്കിലും അടുക്കി വെച്ചാലും നമ്മളുടെ കയ്യിൽ കിട്ടിയാലും ഒക്കെ മതി. അതൊന്നും അത്യാവശ്യമല്ല നമ്മളുടെ ലൈഫ് ബാക്ക് ടു നോർമൽ ആക്കാനായിട്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഒരു ബോക്സിൽ നമ്മൾക്ക് മെൻഷൻ ചെയ്യാം അത് അത്യാവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പീസസ് ആണെങ്കിൽ ജസ്റ്റ് ഡെക്കർ ഐറ്റംസ് എന്ന് മാത്രം എഴുതിയാൽ നമ്മൾ പിന്നെ ആ ഒരു ബോക്സ് അൺപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരുപാട് സമയവും എഫേർട്ടും ഒന്നും ഇടേണ്ടി വരത്തില്ല. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല നമ്മളൊരു വെക്കേഷനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഗ്രോസറീസ്, അതും ചീത്തയായി പോകുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള ഗ്രോസറീസും അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളും ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലേ. നമ്മൾ വെക്കേഷന് പോകുന്ന മുൻപാണെങ്കിൽ തന്നെ നമ്മൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പം ഇവിടെയും ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാൻ സാധ്യതയുള്ള ഗ്രോസറീസും അതേപോലെ തന്നെ ഫ്രിഡ്ജിലുള്ള ഐറ്റംസും
ഐറ്റംസും എടുത്തിട്ട് നമ്മൾക്ക് ആ ഒരു പോകുന്നതിന് മുൻപായിട്ടുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഒന്ന് മാക്സിമം ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം കുറച്ച് മണിക്കൂറുകൾ ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. നമ്മൾക്കിപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്താണോ ഈ ഫ്രിഡ്ജ് എടുത്ത് മാറ്റുന്നത് അതിനൊരു 2-3 മണിക്കൂർ മുൻപ് തന്നെ അതിനെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഈ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാലും ഒരു 3 മണിക്കൂറെങ്കിലും എടുത്തതിന് ശേഷം മാത്രമേ സ്വിച്ച് ഓൺ ആക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഇത് നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അല്പം ചരിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ടുപോകുന്നത്. ആ ഒരു സമയത്ത് ഈ ഫ്രിഡ്ജിനുള്ളിലെ ഗ്യാസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലത്ത് വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് സെറ്റിലാവാനുള്ളൊരു സമയം കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വളരെ പെട്ടെന്ന് തന്നെ ചീത്തയാവും. അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ അൺപാക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതേപോലെ തന്നെ വേണ്ടാന്ന് തോന്നുന്ന ചില സാധനങ്ങളുണ്ടാവും. നമ്മൾ പഴയ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് ഓക്കെ ഇതൊക്കെ ആവശ്യമാണെന്ന് തോന്നിയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരുന്നതെങ്കിലും നമ്മൾ പുതിയ സ്ഥലത്തെത്തി ഇതിനെ അൺപാക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊരു കാര്യം വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡീക്ലട്ടർ ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ടാവും. അതിനെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിനും കുറേയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളൊരു പുതിയ സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ ക്ലംസി ആവാതിരിക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.